വെള്ളാപ്പള്ളി നടേശൻ കംപ്ലീറ്റ് ലോസ്റ്റായി എന്നാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ഇപ്പം പ്രായ കൂടുതലുണ്ടാകുന്നത് കൊണ്ട് അവരവർ ചെയ്യുന്ന കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുന്നതൊന്നും ശരിയല്ലെങ്കിലും എനിക്ക് വെള്ളാപ്പള്ളി നടേശനോട് അദ്ദേഹം വഹിക്കുന്ന പദവിയിൽ നിന്ന് മാറിയിട്ട് പുതിയ ആർക്കെങ്കിലും ഇത് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ ഈ ഒരു പൊതുസമൂഹത്തോട് സംസാരിക്കാനുള്ള ആ ലോജിക്കും മറ്റും നിങ്ങൾ കൈവിട്ടിരിക്കുന്നു എന്ന് അദ്ദേഹത്തോട് കേരളം കുറച്ച് ശബ്ദം കടുപ്പിച്ചിട്ട് പറയേണ്ടുന്ന സമയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റഹീസിനെ കുറിച്ച്, ഈ നമ്മുടെ മാധ്യമപ്രവർത്തകൻ റഹീസ് റഷീദിനെ കുറിച്ച് ഈ പറഞ്ഞ കാര്യമാണ്. അതായത് എന്താ ഹർഷ പറയുന്നത്, അയാൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങളുടെ വക്താവാണ്, MSFൻ്റെ നേതാവായിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് തീവ്രവാദിയാണ് ഇയാളെന്ന് പറയുന്നത്. MSFൻ്റെ നേതാവായാൽ എന്താണ്, തീവ്രവാദിയാകുമോ? മുസ്ലിങ്ങളുടെ വക്താവായാൽ എന്താണ്, തീവ്രവാദിയാകുമോ? ഈഴവരുടെ വക്താവാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ. ഈഴവരുടെ സമുദായ വക്താവായതുകൊണ്ട് മാത്രം വെള്ളാപ്പള്ളി നടേശൻ തീവ്രവാദിയാകുമോ? ഇല്ലല്ലോ. ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളായിരുന്നാൽ തീവ്രവാദികളാവുക എന്ന വർത്തമാനം കേരളത്തിൽ അദ്ദേഹത്തിന് 89 വയസ്സുണ്ട്. ഓർക്കണം, 89 വയസ്സ് ഈ പൊതുസമൂഹത്തിനൊപ്പം നടന്ന കേരളം പോലൊരു സെക്യുലറായിട്ടുള്ള സംസ്ഥാനത്ത് ഇത്രകാലം ഈ മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ ജീവിച്ചു വന്ന ഒരാൾ പറയേണ്ടുന്ന കാര്യമാണോ അത്? അതായത് മുസ്ലിങ്ങളുടെ വക്താവാണ് എന്ന് പറഞ്ഞിട്ട് തീവ്രവാദിയാണ് അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കുകയാണ്. അവിടെ മാധ്യമപ്രവർത്തകർ ചെറുപ്പക്കാർ, അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ്റെ മക്കളുടെ പ്രായമുണ്ടാകുന്ന ആളുകളാണ് നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ, പറയുന്നത് ശരിയല്ല കേട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് 2 പ്രശ്നങ്ങളുണ്ട് ഹർഷ. ഒന്ന്, കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ദൈവദശകത്ത് പറഞ്ഞിരിക്കുന്നത്. നബിയെ കരുണാവാൻ നബി എന്ന അക്കാലത്ത് ഇത്രമാത്രം വലിയ ടെക്സ്റ്റുകളോ എഴുത്തുകളോ ഒന്നും വന്നിട്ടില്ലാത്ത, വളരെ വിദൂരത്തിൽ ജീവിച്ചിരുന്ന, വിദൂര കാലത്തിലും വിദൂര ലോകത്തിലും ജീവിച്ചിരുന്ന ഒരു മഹാപ്രവാചകൻ്റെ മഹാത്മ്യത്തെ മനസ്സിലാക്കിയിരുന്ന ഗുരു പറഞ്ഞിരിക്കുന്നത് കരുണാവാൻ നബി മുത്തുരത്നമോ എന്നാണ്. ആ നബിയുടെ വിശ്വാസ പരമ്പരയിൽപ്പെട്ട ആളുകൾ മുസ്ലിം, ഇസ്ലാം എന്ന് പറയുന്ന വിശ്വാസത്തിൻ്റെ വക്താക്കളായാൽ പോലും തീവ്രവാദികളാണ് എന്നല്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്? കേരളത്തിൽ BJPക്കാരും RSകാർ പോലും പറഞ്ഞ കാര്യങ്ങളാണോ ഇയാൾ ഈ പറയുന്നത്, ഇദ്ദേഹം ഈ പറയുന്നത്? അപ്പോൾ അങ്ങേയറ്റം നഗ്നമായിട്ടുള്ള തെറ്റായ കാര്യമാണ് ഇതിനകത്ത് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്.